ഇടതിനും വലതിനും ഒക്കെ ഉണ്ട് മുനമ്പത്ത്. ഇവർ ചതിച്ചു എന്നുള്ളത് തുറന്ന് പറയുക തന്നെയാണ് മുനമ്പം നിവാസികൾ. അതുപോലെ തന്നെ BJP-ക്കാർ അവിടെ സജീവമായാണ്. ഇനിയും അവരും കൂടി മുനമ്പം ജനതയെ കൈവിടുകയാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മുനമ്പം ജനതയുടേത് വളരെ സത്യസന്ധമായ ഒരു നിലപാടാണ്, വിഷയമാണ്. അവിടെ വഖഫ് ഭൂമി അല്ലാത്ത ഒരു ഭൂമിയെ വഖഫ് എന്ന് വഖഫ് ബോർഡ് വ്യാജമായി അവകാശവാദം ഉന്നയിച്ച്, അതും വ്യാജമായി എന്ന് പറയുമ്പോൾ നിലവിലുള്ള വഖഫ് ആക്ടിലുള്ള പഴുതുകൾ ഉപയോഗിച്ച് വളരെ തന്ത്രപൂർവം വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പോ മുനമ്പം. അത് നിയമപരമായി തന്നെ അവര് അങ്ങനെ അങ്ങനെ ആക്കിയും വെച്ചു. രജിസ്ട്രിയിലേക്ക് അവരത് ചേർത്തു. അവിടുത്തെ ജനം കഴിഞ്ഞ 1989 മുതൽ 1991 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ ഭൂമി പണം കൊടുത്ത് വാങ്ങി ആധാരം ചെയ്ത് കരമടച്ച് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് തികച്ചും അനീതിപരമായ ഒരു തടങ്കലിൽ, റവന്യൂ തടങ്കലിലാണ്. ഈ സമയത്ത് ഈ ഭൂമി വഖഫ് അല്ല എന്ന് തെളിയുക, അതാണ് പ്രധാനപ്പെട്ടത്. അത് തെളിയും, ഒരു സംശയവുമില്ല. അത് വഖഫ് അല്ല എന്ന് തെളിയുന്നതിന് ഓരോ ദിനം ചെല്ലും തോറും കൂടുതൽ 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 തെളിവുകൾ, രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് ഇടതിനും വലതിനും ചതിച്ചു എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. വഖഫ് അല്ല എന്ന് ഒരാൾ മാത്രമാണ് ഇതുവരെ കോൺഗ്രസിൽ പറഞ്ഞത് എന്ന് മാത്രമല്ല, പക്ഷേ UDF-ൽ തന്നെയുള്ള മറ്റ് കക്ഷി മുസ്ലിം ലീഗ് കാലുവാരി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവര് സത്യത്തിൽ ഇത് വഖഫ് അല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞത് തന്നെയും അവര് വേറൊരു കാര്യം നടത്താൻ വേണ്ടിയാണ് പറഞ്ഞത് എന്നോർക്കണം. എന്തായിരുന്നു അത്? അതായത് മുനമ്പം വിഷയത്തിനും വഖഫ് നിയമത്തിനും തമ്മിൽ ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനാണ് അവര് ഇത് വഖഫ് അല്ല എന്ന് പറഞ്ഞത്. അന്ന് മുതല് അവരെപ്പോഴും പറഞ്ഞിട്ടുള്ളതും മുനമ്പം വിഷയത്തിനും വഖഫ് നിയമത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവര് റവന്യൂ തടങ്കലിലായിരിക്കുന്നു 3 വർഷമായി, ഏതു നിയമം വച്ചിട്ടാണ് എന്നുള്ള ചോദ്യത്തിനും അവർക്ക് മറുപടിയില്ല. ഇനി എന്ന് മാത്രമല്ല, വഖഫ് നിയമത്തിന് ഭേദഗതി പാടില്ല എന്നതാണ് അവരുടെ നിലപാട്. അതിൽ ഇടതനും വലതനും കൈകോർത്തു നിയമസഭയിൽ ഈ ഭേദഗതി ബില്ലിന് എതിരെ ഉള്ള പ്രമേയവും അവർ പാസാക്കി. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യൻ മതേതരത്വത്തിനും ഇന്ത്യൻ ജനാധിപത്യത്തിനും എതിരാണ് തങ്ങൾ എന്ന് അവര് വ്യക്തമായി പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ശരിയത്ത് നിയമം മതി, ഇതൊരു പേഴ്സണൽ ലോയുടെ കാര്യമാണെങ്കിലും ഇതെല്ലാവരുടെയും മേൽ ഞങ്ങൾ അടിച്ചേൽപ്പിക്കും, അതിൻ്റെ ഇരകളാകാൻ തയ്യാറുള്ളവര് ഇവിടെ നിന്നാ മതി. പിന്നെ മുനമ്പത്ത് വിഷയമോ? മുനമ്പത്ത് വിഷയം അത് വഖഫ് ബോർഡ് ഈ ഇടതു മുന്നണിയുടെ വെച്ചേക്കുന്ന ആളുകൾ ചെയ്ത കുഴപ്പമാണ്. പക്ഷേ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് 2019 ഇതിലേക്ക് ഏറ്റെടുത്തതാരാ? വഖഫ് രജിസ്ട്രിയിലേക്ക് എഴുതി ചേർത്തതാരാ? അതിന് ഓർഡർ ഇട്ടതാരാ? അത് മുസ്ലിം ലീഗിലെ തങ്ങൾ തന്നെയാണ്, അത് UDF-ലെ ആള് തന്നെയാണ്. അപ്പൊ പിന്നെ ഇത് വഖഫ് അല്ല എന്ന് ഇപ്പൊ പറയുന്നതോ? ഇനി വഖഫ് അല്ല എന്ന് മുസ്ലിം ലീഗ് പറയാത്തതോ? നോക്കൂ, ഇതെല്ലാം ചതി ചതി ചതി. ജനം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കൂ, ഇപ്പോൾ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ജുഡീഷ്യൽ കമ്മീഷന്റെ സാങ്കത്യത്തെ കുറിച്ചാണ് ചോദ്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അവിടുത്തെ ഉള്ള ജനത്തിന്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് വഖഫ് അല്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കലാണ്, അല്ലാതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലല്ല. അവിടുത്തെ ജനത്തിന്റെ ഡോക്യുമെന്റ് പരിശോധിക്കാനോ അവിടെ സർവേ നടത്തി അളന്ന് അളവിലെന്തോ പ്രശ്നമുണ്ടെന്ന് നോക്കാനോ
അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ? അതിനു വേണ്ടിയാണ് കമ്മീഷനെങ്കിൽ പിന്നെ എന്തിനാ കമ്മീഷൻ? അപ്പോ ഞങ്ങള് അന്ന് പറഞ്ഞ കാര്യങ്ങള് ഇപ്പോൾ ദാ വീണ്ടും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് ഉടനെ ആവശ്യപ്പെട്ട കാര്യം എന്തായിരുന്നു? സമരം നിർത്തണം എന്നതായിരുന്നു. മുനമ്പത്തെ സമരം ഈ സർക്കാരിന്റെ വാക്കുകേട്ട് നിർത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഈ സമരം തുടങ്ങിയ ആ സമയം മുതൽ BJPയുടെ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് ആ വേദിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും. നിയമം പാസ്സാക്കപ്പെടുന്ന നിയമ ഭേദഗതി ബില്ല് പാസ്സാകുന്നതോടുകൂടി മുനമ്പങ്കാർക്ക് പൂർണ്ണമായ പുനഃസ്ഥാപനം, അവകാശങ്ങളുടെ പുനഃസ്ഥാപനം ലഭിച്ചിരിക്കും. കാരണം മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും അത് വരിക. ഇതെല്ലാം ആരാ പറഞ്ഞത്? BJPയുടെ നേതാക്കൾ സമര വേദിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ ഇപ്പൊ JPC കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളില് അങ്ങനെ ഒരു മുൻകാല പ്രാബല്യം ഉള്ളതായിട്ട് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇനി അവസരമുണ്ട്. BJPക്ക് തീർച്ചയായിട്ടും ഇനി അവസരമുണ്ട്. ഈ ദിവസങ്ങളിൽ വ്യക്തമായ കൃത്യമായ നിലപാട്, വാക്കു പറഞ്ഞാൽ പാലിക്കുന്ന പാർട്ടിയാണ് BJP എന്നാണ് ആ സമരവേദിയിൽ വന്ന് അവരെപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എല്ലാ നേതാക്കന്മാരും. അങ്ങനെയെങ്കിൽ വാക്കു പാലിക്കണം. മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ ഈ ഭേദഗതി ബില്ല് പാസ്സാക്കണം. അങ്ങനെ മുനമ്പത്തെ വിഷയത്തിനും പരിഹാരം വേണം. ഇന്ത്യൻ ജനതയ്ക്കും ഈ വലിയ ഒരു അധിനിവേശത്തിൽ നിന്ന്, വഖഫ് ബോർഡിന്റെ അധിനിവേശത്തിനുള്ള ഈ തുറന്നിട്ടിരിക്കുന്ന ഈ നിയമവാതില് അത് അടച്ച് കൃത്യമായ ഒരു ഘടനയ്ക്കനുസൃതമായ, ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസൃതമായ, ഇന്ത്യൻ മതേതരത്വത്തെ മാനിക്കുന്ന, ഇന്ത്യൻ ജനാധിപത്യത്തെ മാനിക്കുന്ന ഒരു ശരിയായ വഖഫ് നിയമം ഇവിടെ വേണം. 1995 ഉണ്ടാക്കിയത് കാടൻ നിയമമാണ്. അതൊരു കോൺഗ്രസോണിയൻ നിയമമാണ്. അത് ഡ്രക്കോണിയൻ കോൺഗ്രസോണിയൻ നിയമമാണ്. അത് ഭേദഗതി വരുത്തിയേ തീരും. അതിന് BJP തയ്യാറാകുമെന്നും അതിൽ ഈ മുനമ്പം ജനതയ്ക്ക് പൂർണ്ണമായ അവകാശങ്ങൾ പുനഃസ്ഥാപനം ചെയ്യുന്ന ക്ലോസസ് അതിലുണ്ടായിരിക്കുമെന്നുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇല്ല എങ്കിൽ BJPയും ഞങ്ങളെ ചതിച്ചു എന്നേ ഞങ്ങൾക്ക് അപ്പോൾ കരുതാനാവൂ. ഇതുവരെ BJP ഞങ്ങളെ ചതിച്ചതായി ഇപ്പോൾ കരുതുന്നില്ല കേട്ടോ. അതും കൂടി തെളിച്ചു പറയുക. ഓക്കെ അച്ഛാ, അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100-ലേറെ ദിവസങ്ങളായി വിവിധ തരത്തിലുള്ള സമര മാർഗങ്ങളിലൂടെയാണ്, അതും സമാധാനപരമായ എന്നാൽ വിവിധ തരത്തിലുള്ള സമരമാർഗങ്ങളിലാണ് മുനമ്പം നിവാസികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മുനമ്പം ജനതയെ ചതിക്കുകയാണ് എന്നിപ്പോൾ തീർത്ത് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി BJP ചതിക്കുകയല്ല എന്ന് പറയുകയുണ്ടായി, പക്ഷേ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ ചതിക്കുകയാണ് എന്ന് തീർത്ത് പറയാൻ പറ്റുമോ? ഉറപ്പായും. സംശയമുണ്ടോ? ഇടതു വലത് പാർട്ടികൾ മുനമ്പത്തെ മാത്രമല്ല ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ ചതിക്കുകയാണ്. ഭേദഗതി വേണ്ട എന്ന് അവരെ നിയമസഭയിൽ പാസാക്കി, ശരിയല്ലേ, ബില്ല് പാസാക്കിയില്ലേ? എന്നിട്ട് അതിനുശേഷം ഒളിഞ്ഞും തെളിഞ്ഞും അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരും പറഞ്ഞു, അല്ല മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഏതൊരു അമുസ്ലിം അതിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം എന്നൊക്കെ അല്ലേ അവർ വിശദീകരണം കൊടുത്തത്. അങ്ങനെയുള്ള വിശദീകരണത്തിനാണെങ്കിൽ ഈ ഒരൊറ്റ ക്ലോസ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ്, ബാക്കിയെല്ലാം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്. മറിച്ച് ഇന്ന് രാവിലെ പ്രതിപക്ഷത്തിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ്? പ്രതിപക്ഷത്തിന്റെ സ്വരം പാർലമെന്റിൽ പ്രതിഷേധമായി മുഴങ്ങിയത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് പത്രക്കുറിപ്പിൽ പോലും നമ്മൾ അത് കാണുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് ഈ ബില്ലെന്നും ഇത് പാസ്സായാൽ പോലും അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോകുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശരിയത്തിലോ ഇവിടെ എല്ലാവരുടെയും മേൽ അടിച്ചേൽപ്പിച്ചേ ഞങ്ങൾ അടങ്ങും എന്നും, അങ്ങനെ ഇതിന് കീഴിൽ എല്ലാവരും അടിമകളായി ജീവിക്കണം എന്നും, ഇന്ത്യയിൽ മറ്റൊരു നിയമത്തിനുമില്ലാത്ത എന്തോ ഒരു സാങ്ക്ടിറ്റി ഈ ഒരു സാധനത്തിനുണ്ടെന്നും തങ്ങൾക്ക് ഈ ലോയിലാണ് വിശ്വാസമെന്നും അവർ പറയാതെ പറയുകയല്ലേ. ഭരണഘടനയില് ഉള്ള അവരുടെ വിശ്വാസം അവർ തള്ളിപ്പറയല്ലേ. ഇന്ത്യൻ മതേതരത്വത്തെ അവർ തള്ളിപ്പറയല്ലേ. ഇന്ത്യൻ ജനാധിപത്യത്തിന് പകരമായി തെയോക്രസി അവർ ഹൈലൈറ്റ് ചെയ്യല്ലേ, മുന്നോട്ട് വെക്കുകയല്ലേ. പിന്നെ ഇതിനെ ചതി എന്നല്ലാതെ എന്താ പറയുക? പക്ഷേ
ഒരു കാര്യം ശ്രദ്ധിക്കണം, കേരളത്തിലെ ജനം മുഴുവൻ നോക്കി 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 നിൽക്കുകയാണ്. പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള MP എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുകയാണ്. നോക്കണം, ഈ ദിവസങ്ങളില് ഇവിടെ ഈ പറയുന്ന ഭേദഗതി ബില്ലിനെതിരെ വലിയ സമരമൊന്നും നടന്നില്ല അല്ലെ? അല്ലെങ്കിൽ എന്തായിരുന്നു പുകിലിവിടെ? ഒരു സമരവും ഇവിടെ നടന്നിട്ടില്ല. കാരണം എന്താ? മുനമ്പം സമരത്തിന്റെ ഇഫക്റ്റാണ്. ഇനി JPC-യുടെ പേരില് പാർലമെന്റിലോ പുറത്തോ കേരളത്തിൽ നിന്നുള്ള MP-മാര് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാൻ ഈ ദിവസങ്ങളിൽ തുനിഞ്ഞിട്ടില്ല. കാരണം എന്താ? കാരണം കേരള ജനത നോക്കി നിൽക്കുകയാണെന്ന് അവർക്കറിയാം. കേരള ജനതയ്ക്ക് സത്യം പിടികിട്ടിയിട്ടുണ്ടെന്ന് ഇടത്ത് വലത്ത് ജനപ്രതിനിധികൾക്ക് നന്നായി അറിയാം. ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നിലകൊള്ളാൻ ഇപ്പോൾ അവർ തയ്യാറായാൽ അവർക്ക് ഭാവിയുണ്ട്. ഇല്ല എങ്കിൽ അവരുടെ ഭാവിയും കട്ടപ്പുറത്താകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. തീർച്ചയായും. എന്തായാലും അതെ, ഓക്കെ. എന്തായാലും മുനമ്പം നിവാസികളുടെ ആശങ്കയെക്കുറിച്ചും അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചും രാഷ്ട്രീയക്കാർ അവരോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ വിശദമായി നമ്മളോട് പറഞ്ഞ ഫാദർ ജോഷി മയ്യാലച്ചൻ, വളരെ നന്ദി അച്ഛാ.